പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട ശാന്തമായ വിശുദ്ധമായ ദിനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഒരാഴ്ച മുഴുവനും അങ്ങ് ഞങ്ങളെ പരിപാലിച്ച നന്മകളെ ഓർത്തുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ക്രിസ്തുനാഥ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ സ്വതന്ത്രരായി, സൗഖ്യമുള്ളവരായി, സമാധാനമുള്ളവരായി മടങ്ങിപ്പോകുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കുന്നു. ആരാധന അങ്ങയുടെ പാദപീഠത്തിൽ താഴ്മയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മാവിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആരാധിക്കുവാനുള്ള ഏകാഗ്രത നൽകണമേ. മറ്റെല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായി അങ്ങയെ ശ്രദ്ധ വെച്ച് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ഗീതങ്ങളിൽ 344 ഗീതമാണ്.
വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കുവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്കാൻ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഒന്നാമത്തെ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. അതായത്, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി യാതൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും
കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കുന്നു. നോമ്പിന്റെ അനുഭവങ്ങളിലേക്ക് നാം എല്ലാം പ്രവേശിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. പൂർണ്ണമായ അനുതാപത്തോടും ഹൃദയവിശുദ്ധിയോടും ദൈവ തിരുസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. അറിഞ്ഞറിയാതെയോ നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളെയും നമുക്ക് ഓർത്ത് പാപക്ഷമിക്കായി അമ്പരാനോട് യാചിക്കാം. മൗനമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അടുത്ത വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവിടുത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നുറുങ്ങിയ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം സൂക്ഷിക്കുന്നെങ്കിലും ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കാക്കണമേ. സത്യമായി ക്രിസ്തുവിൽ കൂടെ നമ്മിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവിടുത്തെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുള്ളത് വിശ്വാസികളും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുവൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള വേദപാഠങ്ങൾ ശ്രദ്ധിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, ഈ ക്രമം. ഒന്നാം വേദം.
ഇന്നത്തേക്ക് നിശ്ചയിച്ച ഒന്നാം പാഠം 45-ാം അധ്യായം 1 മുതൽ 15 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 15 വരെ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ നടക്കുവാൻ വയ്ക്കാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുമെന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഒട്ടിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരും എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിട്ടത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരവും ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരവും ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചു. ആകെ നിങ്ങളല്ല, ദൈവം മാത്രമേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോനും പിതാവും എന്റെ ഗൃഹത്തിലൊക്കെയും യജമാനും മിസ്രയീമിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എന്റെ അപ്പന്റെ അടുത്ത് ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിലെ അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിക്കാതെ എന്റെ അടുത്ത് വരണം. നീ ഗോസൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കുന്നു. നീയും നിന്റെ മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെ തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്നും നിങ്ങളും എന്റെ അനുജൻ ബെന്യാമിനും കണ്ണാലെ കാണുന്നുവല്ലോ. ബെന്യാമിൻ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. സങ്കീർത്തന ഭാഗം എല്ലാവർക്കും യഹോവേ, നിന്റെ ദേശത്തെ പ്രകാശിപ്പിക്കുന്നു, യാക്കോബിന്റെ പ്രവാസത്തെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ പ്രവർത്തനം മുഴുവൻ നീ അടക്കളഞ്ഞു. നിന്റെ പുരഭവം നീ നീ എന്നെ ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണം. മഹത്വം നമ്മുടെ ദേശത്തിടേണ്ടതിന് അവന്റെ രക്ഷ നമ്മുടെ ഭക്തന്മാരുടെ അടുത്തേക്ക് മുന്നിച്ച് നീതി സ്വർഗത്തിൽ നോക്കുന്നു. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാഴ്ചകളെ വഴിയിലേക്ക് നോക്കുകയും ചെയ്യുന്നു.
Today's second reading is from chapter 6 from 11 to 22. Ephesians chapter 2, verse 22. You then I was called by to call yourself therefore. Remember what you have gone through. At that time you were foreigners and did not belong to God's church. You had no part in the purposes and you lived in this world without God. But now you take duty to Christ. You far away have been brought near by sacrifice then after Christ. For Christ himself has taught us by way to do that one place. With his own body, out the words he abolished the Jewish law and its commandments and laws in order to create out of the two races and one new people and name Israel. In this way, make peace. By this death of cross, Christ destroyed their enmity by means of the cross, and he united peace into one body, brought them back to work. So Christ came and preached the good news and for people who were far away from God and to the Jews who were near. It is through Christ that all of us who can witness God who come in one has spirit and so you Gentiles are no longer foreigners or strangers any longer. You are now a fellow citizens of people and members of the family of God. You too are built up in this promise to the beginning. He is together and makes it go and he has a sacred temple dedicated to the God. In union with him, you two are being built together all the other of faith and one to which you are accepted. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനം. The Gospel according to St. John, chapter 2, 1. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-ഓ 3-ഓ അറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാൽ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും എടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത്
തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. യേശുവിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. ദൈവവചനം ധ്യാനിക്കുന്ന മുൻപായി കൺവെൻഷൻ പാഠ്യപുസ്തകത്തിൽ 64-ാമത്തെ പാട്ട് നമുക്ക് കരങ്ങളടിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ. സോങ് നമ്പർ 6.
വചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. നിരാശകളും പ്രതിസന്ധികളും നിറയുന്ന സാഹചര്യങ്ങളിൽ വചനം അയച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന അതൊക്കെ വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണം. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലം ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കാണുന്നു. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടിയിരുവാനും ദൈവത്തെ ആരാധിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ബലവാനായ ദൈവം ഈ ദിവസം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവവചനം ധ്യാനിക്കുന്ന നിമിഷങ്ങളിലെല്ലാം കർത്താവിന് നമ്മോടുള്ള കരുണയും സ്നേഹവും നമുക്ക് ധ്യാനിക്കാം. സൗത്ത് ആഫ്രിക്കയുടെ വിമോചന സമരത്തിന് ധീരമായ നേതൃത്വം കൊടുത്ത മഹാനായ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. 2005 വർഷം റീഡേഴ്സ് ഡൈജസ്റ്റുകൾ അംഗങ്ങൾ അദ്ദേഹവുമായി ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഇന്റർവ്യൂവില് അവരിങ്ങനെ ചോദിച്ചു, 27 years 27 വർഷം ദക്ഷിണാഫ്രിക്കയുടെ വിമോചനത്തിന് വേണ്ടി താങ്കൾ പോരാടി, കഷ്ടത അനുഭവിച്ചു, വേദനകൾ സഹിച്ചു, 27 വർഷം ജയിലില് തടവറയില് പീഡനങ്ങൾ സഹിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതാ സൗത്ത് ആഫ്രിക്ക സ്വതന്ത്രമായി. ഈ രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ലീഡർഷിപ്പ് അങ്ങേക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത അങ്ങ് ഈ രാഷ്ട്രത്തെ നയിക്കുന്ന സമയത്ത് അങ്ങയുടെ ഹൃദയത്തിലെ മുഴുവനും വെഞ്ചൻസ്, പക, വിദ്വേഷം ഉണ്ടായിരിക്കില്ലേ എന്ന് ജനങ്ങൾ ചിന്തിച്ചു. പക്ഷെ അങ്ങിതാ അനുരഞ്ജനത്തോടെ ഈ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കും. എന്താണ് അതിന് കാരണം? അദ്ദേഹം പറഞ്ഞു, കൊടിയ യാതനകളും പീഡനങ്ങളും ഞാൻ സഹിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, വിദ്വേഷമാണ് ജനത്തിന് ഞാൻ കൊടുക്കുന്നതെങ്കിൽ തിരിച്ചും അത് തന്നെ എനിക്ക് ലഭിക്കും. പകയാണ് ഞാൻ ഈ രാഷ്ട്രത്തിന് സമ്മാനിക്കുന്നതെങ്കിൽ തിരിച്ചും ഈ രാഷ്ട്രം പക കൊണ്ട് നിറയും. എന്നാൽ അനുരഞ്ജനമാണ് ഈ രാഷ്ട്രത്തിന് ഞാൻ കൊടുത്തത് കൊണ്ട് ഈ രാഷ്ട്രം തീർച്ചയായും പുരോഗതി പ്രാപിക്കും. കാരണം അനുരഞ്ജനം ഇല്ലാതെ, റെക്കൺസിലിയേഷൻ ഇല്ലാതെ നമുക്ക് തന്നെയോ ഈ രാഷ്ട്രത്തിനോ പുരോഗതി, പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഇന്ന് തിരുസഭ ധ്യാനിക്കുന്നത് ലെന്റ് എ ടൈം ഓഫ് റെക്കൺസിലിയേഷൻ, നോമ്പ് അനുരഞ്ജനത്തിനുള്ള കാലം, സമയം എന്നുള്ളത്. നോമ്പിന്റെ ദിനങ്ങളിലേക്ക് നമ്മൾ ഈ വർഷവും എടുത്തുകൊണ്ടിരിക്കും. എന്താണ് റെക്കൺസിലിയേഷൻ എന്ന പദത്തിന്റെ അർത്ഥം? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നത് an end to a disagreement and the start of a good relationship.
എവിടെയൊക്കെ വിയോജിക്കുന്ന ആശയങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടോ അതെല്ലാം ഞാൻ അവസാനിപ്പിച്ച് പുതിയ ബന്ധങ്ങളുടെ ഒരു തുടക്കം. അതാണ് ഈ പദങ്ങളുടെ അർത്ഥം. ഇതിന്റെ ഒറിജിനൽ വേർഡ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ എവിടെ തകർക്കപ്പെട്ടിട്ടുണ്ടോ, ശിഥിലമാക്കപ്പെട്ടിട്ടുണ്ടോ അതിനെ ഒന്ന് നന്നാക്കിയെടുക്കും. എവിടെയെല്ലാം നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുക. അതിനുള്ള വിളിയാണ് നോമ്പ്, അനുരഞ്ജനം എന്ന പദത്തിന്റെ ഒക്കെ അർത്ഥം. ദൈവശാസ്ത്രജ്ഞനായ ജോൺ കാൽവിൻ പറയുന്നത് നോമ്പ്, റെക്കൺസിലിയേഷൻ എന്ന പദത്തിന്റെ അർത്ഥം ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം ആചരിക്കുന്നതിന്. അനുരഞ്ജനം കൂടാതെ ദൈവവുമായി സഹമനുഷ്യരുമായി സമാധാനം പുലർത്താൻ ആർക്കും കഴിയും. രമ്യതപ്പെടാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ മനുഷ്യരുമായോ ദൈവവുമായോ സമാധാനത്തോടെ ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എപ്പോഴും എന്റെ ജീവിതം സംഘർഷഭരിതമായി. പുറമെ ബാഹ്യമായി കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിൽ എപ്പോഴും യുദ്ധ ഭൂമി പോലെ സംഘർഷഭരിതമായി. മനുഷ്യനെ കൂടാതെ ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ നമുക്ക് അത് കഴിയും. മനുഷ്യനിലൂടെ, പ്രകൃതിയിലൂടെ, സഹജീവികളിലൂടെ അനുരഞ്ജനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നത്. മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട്, എന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ദൈവമായിട്ട് അനുരഞ്ജനപ്പെടാൻ ഒരിക്കലും കഴിയും. മനുഷ്യരിലൂടെ ഞാൻ ദൈവത്തോട് എപ്പോഴും അനുരഞ്ജനപ്പെടുവാനായിട്ട് ദൈവം തന്നെ വിളിക്കുന്നു. ഞാൻ എന്താണോ ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന്റെ പണമായിട്ടാണോ ഞാൻ ദൈവത്തിന് കൊടുക്കാൻ, വഴിപാടായിട്ടാണോ, ഇനി എന്നെ തന്നെയാണോ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊന്നും എന്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെതാണ്. എന്നാൽ എനിക്ക് സ്വന്തമായി ദൈവത്തിന് കൊടുക്കുവാനുള്ളത് അനുരഞ്ജനം മാത്രമാണ്. ദൈവികമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ റെക്കൺസിലിയേഷൻ മസ്റ്റ്. അങ്ങനെ അനുരഞ്ജനം ജീവിതത്തിൽ മുഴുവൻ കാത്തു സൂക്ഷിച്ച ഒരു കഥാപാത്രത്തെയാണ് ജനസിസ് ചാപ്റ്റർ 45 നമുക്ക് വെളിപ്പെടുത്തുന്നത്. പഴയ നിയമത്തെ ഉൽപ്പത്തി പുസ്തകം 45 നമുക്ക് വെളിപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, ജോസഫ്. ജീവിതം മുഴുവനും ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം ആളുകളോട്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ രമ്യതപ്പെട്ടു പോകാൻ കഴിയുമോ അവിടെയൊക്കെ രമ്യതപ്പെട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു റോൾ മോഡലാണ് ജോസഫ്. ജോസഫിന്റെ ജീവിതം നമുക്കറിയാം. സഹോദരങ്ങളെ, ബന്ധങ്ങളെയൊക്കെ ഒരു വിൽപ്പന ചരക്കാക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം. ജോസഫിനെ വിൽക്കുകയാണ്. ഒരു ഗുഡ്സ് എന്ന രീതിയിലാണ് ജോസഫിന്റെ സഹോദരങ്ങൾ ഈജിപ്തിലാക്കുന്നത്. എന്നാൽ മനുഷ്യനെ വിലയില്ലാതായി കാണുമ്പോൾ ദൈവം മനുഷ്യനെ വിലയുള്ളവനായിട്ട് കാണുന്ന ചിത്രമാണ് ഈ വേദഭാഗം. കേവലം ഒരു വിൽപ്പന ചരക്കാക്കി മനുഷ്യനെ അവഗണിച്ചപ്പോൾ ദൈവം ജോസഫിനെ ഏറ്റവും ഉയർത്തുന്ന ഒരു ചിത്രം ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഓർക്കണം, മനുഷ്യരെപ്പോഴും മനുഷ്യനെ വിലയുള്ള ഇല്ലാത്തവരായിട്ട്. ഇന്നത്തെ ആധുനിക സാമൂഹിക പരിസരങ്ങളെല്ലാം അതിന് തെളിവുകളാണ്. എന്നാൽ ദൈവം മനുഷ്യനെ എപ്പോഴും വിലയുള്ളവനായി, മൂല്യമുള്ളവനായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട അനുരഞ്ജനത്തിന്, റെക്കൺസിലിയേഷനും ഒത്തിരി ആശയങ്ങൾ, ദർശനങ്ങൾ നമുക്ക് അധ്യയനങ്ങളിൽ ലഭിക്കും. വളരെ ചുരുക്കമായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഒന്നാണ്, ഇത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, റെക്കൺസിലിയേഷൻ. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുരഞ്ജനം, വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുരഞ്ജനമാണ് ജോസഫ് ഇവിടെ.
45-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എന്റെ അടുത്ത് നിന്ന് പുറത്താക്കുവിനെന്ന് ജോസഫ് വിളിച്ചു. ഇങ്ങനെ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ജോസഫ് തന്റെ സഹോദരങ്ങളെ കാണുകയാണ്. ഈ സമയത്ത് ജോസഫ് കൂടെയുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും മാറ്റി നിർത്തുകയാണ്. തന്റെ സഹോദരങ്ങളോ മാത്രം ചേർത്ത് പിടിക്കുകയാണ് ജോസഫ്. ആരെല്ലാം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അവരോടെല്ലാം പുറത്തു പോകാനായിട്ട് പറയുകയാണ്. പിന്നീട് അവിടെ അവശേഷിക്കുന്നത് ജോസഫും തന്റെ സഹോദരന്മാരും മാത്രമാണ്. ജോസഫ് അനുരഞ്ജനപ്പെടുന്നത് തന്റെ സഹോദരങ്ങളോട്. വ്യക്തിപരമായ ഒരു അനുരഞ്ജനം ജോസഫ്, വ്യക്തിപരമായ ഒരു അനുരഞ്ജനം ദൈവവുമായിട്ട് ഈ കാലങ്ങളിൽ നമുക്ക് ഉണ്ടാകണമെന്ന് നോമ്പ് നമ്മൾ ആവശ്യപ്പെടുകയാണ്. സ്വന്തം ജനത്തോട് സഹോദരങ്ങളോടുള്ള ജോസഫിന്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മളിവിടെ കാണുകയാണ്. ക്രൈസ്തവ വിശ്വാസം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസം. ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കുന്ന വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം. അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അവന്റെ പ്രത്യക്ഷത ഉണ്ടാവുന്നത്. ജോസഫിന്റെ അനുഭവം നമ്മളെ പഠിക്കും. ആരെയാണോ ജോസഫ് കാണുവാനായിട്ട് ആഗ്രഹിച്ചത്, ആരെയാണോ കാത്തിരുന്നത്, ആ സ്വന്തം ജനത്തിന് മാത്രമാണ് ജോസഫ് പ്രത്യക്ഷം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമെന്ന് ലോക സംഭവങ്ങൾ അവന്റെ വരവിൽ അവനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് അവന്റെ പ്രത്യക്ഷത ഉണ്ടാവുക. അല്ലാത്തവരെയല്ല ജോസഫ് ഇതുപോലെ മാറ്റി നിർത്തുന്നു. കർത്താവുമായ വ്യക്തിപരമായ അനുരഞ്ജനം ഈ കാലങ്ങളിൽ നമുക്ക് ആവശ്യം. ഇവിടെ പ്രശ്നമായിട്ട് തന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന ജോസഫിനെ നമ്മൾ കാണും. രണ്ടാമതായിട്ട് നമ്മൾ ഈ ദിവസം കരുണാർദ്രമായ അനുരഞ്ജനമായിരുന്നു ജോസഫ്. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവൻ ജോസഫ് ഉച്ചത്തിൽ മിസ്രൈമിലും ഫറവോന്റെ ഗൃഹവും ജോസഫ് പൊട്ടിക്കരയും. എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ജോസഫ് കരയുന്നത്? എന്തുകൊണ്ടാണ് ജോസഫ് കരയുന്നത്? സഹോദരങ്ങളെ വ്യക്തമായിട്ട് ജോസഫ് തന്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ, തന്റെ സ്നേഹം പങ്കുവെച്ചപ്പോൾ തിരിച്ചു കിട്ടിയത് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ജോസഫ് വിറ്റ് കളയുന്നു, ഒട്ടക്കുഴിയിടുന്നു, ഒരിക്കലും തിരിച്ചു വരാതിരിക്കുവാനായിട്ട് സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജോസഫ്. അങ്ങനെ ക്രൂരതയുള്ള സഹോദരൻ, അവരുടെ മുൻപിൽ ജോസഫ് കരയുന്നത് വിദ്വേഷമുണ്ടല്ല. ജോസഫിന്റെ കണ്ണീർ അനുകമ്പയുള്ള, മനസ്സലിവുള്ള, കരുണയുള്ള കണ്ണീരായിട്ട് ജോസഫിന്റെ കണ്ണീർ. ജോസഫ് പൊട്ടിക്കരയുകയാണ്. തന്റെ സഹോദരനെ കണ്ടപ്പോഴും സഹോദരന്മാരെല്ലാവരെയും നിന്ന സമയത്ത് പൊട്ടിക്കരയുക, അവരെ കെട്ടിപ്പിടിച്ച് ചുറ്റിക്കുകയാണ് ജോസഫ്. ഇന്ന് പകയുടെ കണ്ണുനീർ തുള്ളികൾ നമ്മൾ കാണാം, വിദ്വേഷത്തിൽ. എന്നാൽ അതിനെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് ജോസഫ് ഇവിടെ മാറി. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരുപക്ഷെ ബലഹീനമായ അനുഭവങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി ശബ്ദം പോലും നമുക്ക് നഷ്ടപ്പെടാം. എന്നാൽ പ്രാർത്ഥനയായിട്ട് നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ബലഹീനതകൾ, നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ കണ്ണുനീര് പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ എത്തിച്ചേരും. കണ്ണുനീരോടും അനുതാപത്തോടും നോമ്പിന്റെ കാലങ്ങളിൽ വിലപിക്കേണ്ടത് ആവശ്യം. ശാസ്ത്രപ്രകാരം പറയുന്നുണ്ട്,
ഏകദേശം 1500ഓളം പ്രോട്ടീൻ കണ്ണുനീരിലുണ്ട്. അത്ര പ്യൂറാണ്, അത്ര വിശുദ്ധമാണ്. അനുരഞ്ജനം വിശുദ്ധമായിരിക്കും. അതാ ജോസഫ് നമ്മെ പഠിക്കും. അനുരഞ്ജനം വിശുദ്ധമായി. അനുരഞ്ജനപ്പെടുന്നവരുടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവർ ദൈവമുണ്ട്. ദൈവസന്നിധി നിലവിളിക്കുന്നവരുണ്ട്. അതാണ് വചനത്തിൽ എടുത്തു പറയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് 21-ാം അധ്യായം 4-ാം വാക്യമായി കർത്താവ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. ആരുടെ കണ്ണിൽ നിന്നാണ്? ദൈവസന്നിധിയിൽ വിശുദ്ധമായി നിലവിളിക്കുന്നവരുടെ കണ്ണുനീർ കർത്താവ് തുടച്ചു മാറ്റും. ഇനി ഒരിക്കലും അവര് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് വെളിപാട് പുസ്തകം. സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 56-ാം അധ്യായം 8-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിരിക്കും. ഒരു ശാസ്ത്രജ്ഞൻ ഇന്നലെ കണ്ണുനീരിനെ കുറിച്ച് വായിച്ചത് എത്രയോ മനുഷ്യന്റെ കണ്ണുനീര് ശേഖരിച്ചാൽ ഒത്തിരി പാത്രങ്ങൾ കണക്ക് വരുന്നത് ഒത്തോളം വരും. എന്നാൽ ഇതെല്ലാം ദൈവം ശേഖരിച്ചു വെച്ചിരിക്കും. കാരണം ദൈവത്തിന് കണ്ണുനീരോട് അനുരഞ്ജനപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം അത്രത്തോളം സ്നേഹിക്കുന്നു. കണ്ണുനീരിനെ തുരുത്തിയില് ദൈവം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും പാഴായി പോകുന്നില്ല. ദൈവം കാണാതെ പോകുന്നില്ല. ദൈവം അതെല്ലാം അതിന് ശേഖരിച്ചു വെച്ചിരിക്കും. ഇവിടെ ജോസഫ് കണ്ണുനീരോടെ തന്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ആർദ്രത കൊണ്ട്, കരുണ കൊണ്ട് കരഞ്ഞു പോവുകയാണ്. ഇന്ന് ബന്ധങ്ങൾക്ക് വില നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ചില അവകാശങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ നമ്മൾ കരയുന്നില്ലേ? ചില സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ കൊണ്ട് കരയുന്നില്ലേ? ചില ഓഹരികൾ ലഭിക്കാത്തതിന്റെ പേരിൽ നമ്മൾ കരയാറില്ലേ? ജോസഫ് അതിനല്ല കഴിയുന്നത്. കരുണയുടെ കണ്ണുനീര് ജോസഫ് എന്ന് വരുന്ന ഒരു ചിത്രം നമ്മൾ ഇവരെ ജോസഫ് സ്വയം വെളിപ്പെടുത്തുകയാണ്. വചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജോസഫ് പറയുകയാണ്, I am Joseph, your brother. I am your brother Joseph. അല്ലെങ്കിൽ ഈ സഹോദരന്മാർക്ക് മനസ്സിലാകത്തില്ല. കാരണം ജോസഫിന്റെ അവിടുത്തെ പേര് സഹനത്ത് വർഷങ്ങളായി അവർക്ക് ആർക്കും തിരിച്ചറിയത്തില്ല. പക്ഷെ സഹോദരന്മാരെന്ന് പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ സഹോദരനായ ജോസഫ്. അവർ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി പീഡനങ്ങൾ കൊടുത്ത് മാറ്റി നിർത്തിയ സഹോദരനില്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയാണ്. ഏറ്റവും പറവൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ജോസഫിനാണ്. ആ ജോസഫ് പറയുകയാണ്, ഞാൻ എന്റെ സഹോദരനായ ജോസഫ്. ഐ എം ജോസഫ്. ഐ എം യുവർ ബ്രദർ. അതിനെ വെളിപ്പെടുത്തുകയില്ല. ജോസഫ് അങ്ങനെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് ഒരിക്കലും മനസ്സിലാകാൻ, സഹോദരങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ആരാണ്? പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായം വായിക്കുമ്പോൾ ക്രിസ്ത്യാനികളായ എല്ലാവരും ഉപദ്രവിക്കുവാൻ വേണ്ടി അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ശൗല നീ എന്തിനാണ് ഉപദ്രവിച്ചു? കർത്താവ് നീ ആരാണ് ചോദിക്കുന്നത്? കർത്താവ് പറയാണ്, ഞാൻ കർത്താവാണ്, ഞാൻ യേശുവാണ്. നീ ഉപദ്രവിക്കുന്നത് എന്റെ ശിഷ്യഗണങ്ങളെയല്ല, ഈ ഉപദ്രവിക്കുന്നത് സാക്ഷാൽ എന്നെയാണ് എന്ന് പറയും. ഇവിടെ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും, കർത്താവ് ഞാൻ പാപിയായ മനുഷ്യനാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ പുകഴ്ത്തുന്നവരാണ്, നമ്മളെല്ലാം തികഞ്ഞവരെന്നാണ് അഹങ്കരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം മോശക്കാരെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിത്രീകരിക്കുന്നവർ. ഞാനാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന ചിന്താഗതി കൊണ്ട് നടത്തുന്നവർ. എന്നാൽ ഇവിടെ നമുക്ക് പറയാനായിട്ട് കഴിയുന്ന നോക്കിന്റെ കാലങ്ങളിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഭാവിയായ മനുഷ്യൻ. ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയും ജീവിതാനുഭവങ്ങൾ നമുക്കറിയാം. അവിടെ പരീക്ഷൻ പറഞ്ഞു, ഞാൻ ഇവനെ പോലെ ദുഷ്ടനല്ല, ഞാൻ ഇവനെ പോലെ ഭാവിയല്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണ്. പക്ഷെ ചുങ്കക്കാരൻ പറയുകയാണ്, നിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന നീ യോഗ്യതയില്ല. ദൂരെ മാറി നിന്ന് അവൻ നിലവിളിക്കുകയാണ്,
ദൈവസന്നിധിയിൽ ഈ കാലങ്ങളിലൊക്കെ നമ്മളെ ഒന്ന് വിലയിരുത്തുവാൻ അനുദപിക്കുവാനുള്ള സമയങ്ങളാണ് എന്നുള്ളത്. ഈ ജോസഫിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കരഞ്ഞു പോകും. ഇവിടെ നമ്മെ പഠിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതായത് ജോസഫ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നു വാസ്തവത്തിൽ ദൈവം എന്നെ അയച്ചു. ഒരുപക്ഷെ നിങ്ങളെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടാവും, തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ വന്നത് വചനത്തിൽ എടുത്തു പറയുന്ന അവിടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങളല്ല, ദൈവം എന്നെ ഇവിടെ അയച്ചു. പറയുക ദൈവമാണ് അയച്ചത്. ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ ഏത് ദേശത്ത് ദൈവം അയച്ചാലും ആ ദേശത്ത് ദൈവം മാനിക്കും. അതാണ് ജോസഫിന്റെ അനുഭവം. ദൈവമാണ് എന്ന് ഈ ദേശത്ത് അയച്ചതെങ്കിൽ ദൈവം എന്നെ അയക്കുന്ന ദേശത്ത് മാനിക്കും. മാത്രമല്ല, ഞാനിവിടെ വന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനല്ല. ഇസ്രായേൽ മുഴുവനും, നിങ്ങൾ മുഴുവനും, സന്തതി പരമ്പരകൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടേണ്ടതാണ് ദൈവം അയച്ചത്. പലപ്പോഴും അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായിട്ട് മാത്രമായി കാണണം. എന്നാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഇവിടെ അനുരഞ്ജനം ലഭിച്ച സമയത്ത് വലിയ മാറ്റങ്ങൾ ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. റിസൾട്ട് ഉണ്ട്. അനുരഞ്ജനപ്പെടുന്ന, രമ്യതപ്പെടുന്നവർക്ക് മാത്രം ഉള്ള ചില റിസൾട്ട്, ചില എക്സിബിഷൻ ഉണ്ട്, ചില ഔട്ട്വേർഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. എന്താണത്? ജോസഫ് ആദ്യം സഹോദരനോട് ചോദിക്കുകയാണ്, എന്റെ പിതാവ് ജീവനോടെ. അവൻ അന്വേഷിക്കുന്നത് അവന്റെ പിതാവിനെ കുറിച്ചാണ്, അവന്റെ കുടുംബത്തെ കുറിച്ചാണ് ജോസഫ് അന്വേഷിക്കുന്നത്. വേറെ ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്റെ പിതാവ് ജീവനോടെ ഇരിക്കുന്നു. ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്ന് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് സഹോദരന്മാരോട് പറയുകയാണ്, അവരൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു വാക്ക് പോലും, മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും ജോസഫ് പറയുന്നില്ല. ജോസഫ് പറയുന്നത്, ഞാൻ നേരിട്ട കഷ്ടതകളും യാതനകളും ഒക്കെ ദൈവം തന്നെ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് വന്ന വഴികളിൽ എനിക്ക് നേരിട്ടു. നിങ്ങൾ ചെയ്ത ഒരു വാക്ക് പോലും അവർ നോവിക്കുന്നത് ജോസഫിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. മറിച്ച് ജോസഫ് പറയുകയാണ്, എന്റെ പിതാവിനെയും നിങ്ങൾ മക്കളെയും കന്നുകാലികളെയും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂട്ടി എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ദേശത്തേക്ക്. കാരണം ഇനി ദേശത്ത് 5 വർഷത്തോളം, വേദഭാഗം നമ്മൾ വായിച്ച 5 വർഷത്തോളം ഇനി ക്ഷാമമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ദാരിദ്ര്യം കൂടാതെ ജീവിക്കേണ്ടത് എത്രയും പെട്ടെന്ന് എന്റെ പിതാവും സഹോദരങ്ങളും മക്കളും കന്നുകാലികളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അവിടെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളെ ജോസഫ് വേദഭാഗത്ത് അവർ സ്നേഹിക്കുകയാണ്. അവർ മാറോട് ചേർത്ത് അവരുടെ ജീവിതത്തിലേക്ക് ജോസഫ് സ്വീകരിക്കും. എത്ര വലിയ രമ്യതയുടെ അനുരഞ്ജനത്തിന്റെ മാതൃകയാണ് ജോസഫ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് അലവർക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം. എല്ലാവരും നല്ല രീതിയിൽ ആദ്യം കൊടുത്തു, മത്തായിന് ശേഷം എളുപ്പമായി കൊടുത്തു, പക്ഷെ നീ നല്ല രീതിവരെയും കാത്തു സൂക്ഷിച്ചു. ജോസഫ് അങ്ങനെയാണ്. നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ആദ്യം നല്ല നല്ല അനുഭവങ്ങളൊക്കെ നമ്മൾ അവസാനത്തെല്ലാം നഷ്ടപ്പെടും. പക്ഷെ ജോസഫിന്റെ ജീവിതം നമ്മൾ അവസാനം വരെയും ഈ സ്നേഹത്തിന്റെ, കരുണയുടെ, നന്മയുടെ ബീജ് കാത്തുസൂക്ഷിക്കുന്ന ജോസഫിനെ നമ്മൾ വേദഭാഗത്ത് കാണുന്നില്ല. ജോസഫിന്റെ അനുരഞ്ജനം, ദൈവകൃപ ജോസഫിന് മാത്രമല്ല ഇസ്രായേലിനും ഒക്കെ വലിയ അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്ക് കാരണമായി എന്ന് വേദപുസ്തകം നമ്മെ പഠിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ജോസഫിനെ പോലെ ഒറ്റപ്പെടുന്നതിന്റെ, വേദനകളുടെ, നിന്ദകളുടെ, പരിഹാസങ്ങളുടെ, മാറ്റി നിർത്തപ്പെടലിന്റെയൊക്കെ അനുഭവങ്ങളുണ്ടാവും. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം. നമ്മൾ മാനസികമായി ചിന്തിക്കുന്നവരാണ്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കും. ഗാന്ധിജിക്ക് 13 വയസ്സ് പ്രായമുള്ള സമയത്ത് കൂട്ടുകാരുടെയൊക്കെ കൂടെ കൂടി അദ്ദേഹം വളരെ ചെലവുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും, കടം മേടിക്കുന്നു, തിരിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സമയത്ത് അദ്ദേഹം തന്റെ സഹോദരന്റെ ഒരു വളയുടെ കഷ്ണം മോഷ്ടിച്ച് അത് വിറ്റ് അതിന്റെ പണം കൊണ്ട് പണം വീട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല, വളരെ അസ്വസ്ഥത.
അപ്പന്റെ അടുത്ത് എങ്ങനെ പറയാൻ കഴിയും? അപ്പനെ ഫേസ് ചെയ്യാൻ കഴിയും, ആരെ ഫേസ് ചെയ്യാൻ? ഉടനെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ക്ഷമിക്കണം എന്ന് അപ്പന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൻ ആ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി കരയുകയാണ്. അങ്ങനെ ഈ ഗാന്ധിജി കരയുകയാണ്. വലിയൊരു അനുരഞ്ജനം ഉണ്ടാവുകയാണ് അവിടെ. ഈ അനുരഞ്ജനമാണ് വാസ്തവത്തിൽ ഗാന്ധിജിയെ ഈ രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് പകരാനായിട്ട്. ഇന്ന് എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ടാവും, പക്ഷെ അനുരഞ്ജനപ്പെടാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എവിടെയെങ്കിലും അനുരഞ്ജനപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടും അതിനെ നമ്മൾ മറുതലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവും. എല്ലാം ഉണ്ടാകും, പക്ഷെ ശാന്തമായി വിശ്രമിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയും. അത് നെൽസൺ മണ്ടേല ജീവിതത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഈ നോമ്പിന്റെ കാലങ്ങളിൽ അനുരഞ്ജനപ്പെടാനുള്ള കാലമാണ്. അനുരഞ്ജനപ്പെടാൻ ജോസഫിനെ പോലെ മാറോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തെ സ്വർഗ്ഗത്തിൽ ജോസഫിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ജോസഫിനോട് കൂടെയിരുന്നു. ജോസഫ് കർത്താവെ, ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങളോട് കൂടെ നീ ഉണ്ട് എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ, സഭയിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ, സമൂഹത്തിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ ഞങ്ങൾ നിരാശരാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ ദൈവം ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്ന ബോധ്യത്തോടെ ജീവിക്കാനുള്ള ഒട്ടക്കുഴിയിൽ നിന്ന് ജോസഫിനെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനാണ് എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു തരും. ഞങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ കഴിവ് ദൈവം ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് ബോധിപ്പിക്കുന്നത്. നോമ്പിന്റെ സമയങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, അനുരഞ്ജനത്തോടെ ജീവിക്കുക, രമ്യതയോടെ ജീവിക്കുവാൻ, കരുണയോടെ ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കണം. കുറവുകളെല്ലാം ക്ഷമിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നല്ല പിതാവേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വിശ്വാസമാണ് സർവശക്തിയുള്ള ഈ ദിവസങ്ങളില് ജന്മദിനം ആഘോഷിക്കുന്ന പേരുകള് മിസസ് മേബൽ വർഗീസ്, വലിയ കുമാരി സാബു, ആൽവിൻ ബി ജോർജ്, മിസസ് മേരി മനോജ്, മിസ്റ്റർ ജോൺ സേവിയർ, മന്ന എലിസബത്ത് രഞ്ജി. പേര് വിളിച്ചവർക്കും പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർക്കും അതാരയുടെ വരുന്ന സമയത്ത് സൂക്ഷിക്കുക. ബോക്സ്
ഞങ്ങളെ ആത്മാവായി സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അടുത്തുവരുവാൻ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ മക്കളെ സംബന്ധിച്ചു ജന്മദിനാഘോഷിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ, ഈ കാലങ്ങളിലൊക്കെ കൺമണി പോലെ അവരെ കരുതിയതിനാവശ്യം എന്റെ അധികമായ കൃപ അനുഗ്രഹവും അവരുടെ മേൽ ചെയ്യണമേ. കർത്താവിന്റെ അനുഗ്രഹമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി ആകുന്നത് ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങയുടെ കൃപയാലും കരുണയാലും മാത്രമാണ്. അങ്ങയുടെ മക്കളെല്ലാം കരുണയോടെ ജീവിക്കും. പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിട്ടിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലേക്ക് ദൈവത്തിലേക്ക് ജോസഫിനെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവം നിന്റെ വലങ്കരം അവരോട് കൂടെ നീ ഒരുക്കുന്ന രക്ഷ കണ്ട് സന്തോഷിപ്പാൻ ദൈവമേ അവരെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ദൈവസഭയുടെ അവയവങ്ങളായിരുന്നുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ കൃപയിൽ അങ്ങയുടെ എല്ലാ മക്കളെയും പൊതിഞ്ഞുകൊണ്ട് ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. മധ്യസ്ഥ നമ്മുടെ കണ്ണുകളുടെ ഹൃദയങ്ങളെ നമ്മുടെ ആവശ്യഭാരങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നാം നേരിടുന്ന പ്രയാസങ്ങൾ, ആരോടും പറയുവാൻ കഴിയാത്ത നമ്മുടെ നൊമ്പരങ്ങളെല്ലാം കർത്താവിന്റെ രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യം ഉണ്ടെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ഹൃദയഭാരത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. തീർച്ചയായും ജോസഫിനെ മാനിച്ചൊരു ദൈവം നമ്മയും മാനിക്കും. അവന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഇവിടെ വെച്ച് കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും കർത്താവിന്റെ ചെവി ശ്രദ്ധ വെച്ചിരിക്കുന്നതിനുള്ള വചനപ്രകാരം നമുക്ക് പ്രാർത്ഥനയോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ഒരു ദിവസം കാണും. നിങ്ങൾ ആരും യോഗ്യതയുള്ളവർ ഒരു പുതിയ പ്രഭാതം കാണുവാൻ കൃപ ചെയ്തു. ഈ നിമിഷം വരെ ഞങ്ങൾ ജീവിച്ചു. കർത്താവേ, നിന്റെ കരുണയും മനസ്സിലും മാത്രമാണല്ലോ അതിന്. ഞങ്ങളുടേതായ ഒന്നിലും പ്രശംസിക്കുവാൻ ഞങ്ങൾ അനുവദിക്കരുത്. അങ്ങിൽ മാത്രം പൂർണ്ണമായി ആശ്രയിക്കുക.
ഈ കാലങ്ങളിൽ ഇടയാക്കും. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും അനുരഞ്ജനത്തോടുമായിരിക്കാൻ കർത്താവേ ആരാണ് വലിയവര്, ആരാണ് ചെറിയവര്? ദൈവസന്നിധിയിലെ എഫേസ്യ ലേഖനത്തിൽ ഇന്ന് ഞങ്ങൾ വായിച്ചു, ഗലീലക്കാരോ ഏത് ദേശക്കാരാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിലാകുന്നു. ആ ഒരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ ഞങ്ങൾ അന്യരോ പരദേശികളോ അല്ല, ദൈവത്തിന്റെ സഹവിശ്വാസികളും പ്രവർത്തകരുമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കണമെന്ന് ആ വചനത്താലും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യ ക്ഷീണങ്ങളുള്ളവരെ ഓർക്കുന്നു, മധ്യവയസ്കരെ ഓർക്കുന്നു, യുവതി യുവാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, ജോലി സംബന്ധമായി പ്രയാസങ്ങൾ നേരിടുന്നവരെ ഓർക്കുന്നു, വരുമാനമില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരെല്ലാം എന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് എതിരാണെങ്കിലും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന ബോധ്യം എപ്പോഴും കർത്താവെ ഞങ്ങളുടെ മരുഭൂമിയിലും കർത്താവെ വഴി നടത്തുവാൻ കഴിവുള്ള ദൈവം, ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുവാൻ കഴിവുള്ള ദൈവം ഇതിന്റെ തലങ്ങളില് ജീവിതാനുഭവങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കും. ആരെല്ലാം ലോകത്താല് ഭാരത്താല് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സുഖപ്പെടുത്തണമേ എന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ജയപ്പെടുത്തിരിക്കാൻ നമ്മോട് കർത്താവായ ദൈവമേ, ഒരു ദേവാലയം ഞങ്ങൾക്ക് ആവശ്യം, അതിലെല്ലാ കാര്യങ്ങളിലും ദൈവകൃപ പകരണമേ. ദൂരരാജ്യങ്ങളില് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഞങ്ങളുടെ ഇടവകങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരോട് കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്കായി, എല്ലാ ലീഡേഴ്സിനായി, വിശ്വാസ സമൂഹങ്ങൾക്കായി, വൈദികർക്കായി, ശുശ്രൂഷകർക്കായി, മിഷണറിമാർക്കായി, ജനസമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. ഇതര സഭകള്, സമൂഹങ്ങള് എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വരാമണ്ണ് കൺവെൻഷനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കർത്താവെ അങ്ങയോട് യാചിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിനായും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിനായി, ലോക സമൂഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതിയോടെ രാജ്യം ഭരിക്കുവാൻ കർത്താവെ, കോവിഡ്-19 പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങള്, ജനജീവിതങ്ങളുണ്ട്, അവരെല്ലാം എന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സകലത്തിനും കർത്താവെ ഈ പരിസമാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പൂർണ്ണമായും ഇതിൽ ആശ്രയിക്കുകയാണ്. എല്ലാ കർത്താവെ പ്രയാസങ്ങൾക്കും നീ അറിഞ്ഞു വരുത്തണമേ എന്ന വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിലവിളിയും ഞങ്ങളുടെ യാചനകളും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ സഭയെ മാനിച്ചതിനാൽ ക്രിസ്തു മൂലം താഴ്ത്തിയാണ് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അപ്പം സഹോദരങ്ങളെ എത്ര ശുദ്ധവും എത്ര മനോഹരവുമാകുന്നു. കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അർത്ഥത്തിൽ അംശികൾ ആകുന്നുവല്ലോ. നമുക്ക് സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
കീർത്തനങ്ങളിൽ 235 കീർത്തനം പാടുമ്പോൾ വഴിപാടുകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കീർത്തനം 235. വഴിപാടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്ക് ക്രിസ്തു മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്ത് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും അവിടുത്തേക്ക് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ നിങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകും. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ ക്രിസ്തു മുഖാന്തരം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനവയുടെ സ്വന്തസ്ഥാപനത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യതരമാകേണ്ടത് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. ോടും ഞങ്ങളെപ്പോഴും സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്റെ മരണം അനുഭവിക്കാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾക്കായി മികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തീർക്കുകയും താൻ വീണ്ടും വരുവോളം എന്ന വിലയേറിയ മരണത്തെ കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് അങ്ങയുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇതു ചെയ്യും. താഴം കഴിഞ്ഞതിന് ശേഷം പ്രകാരം തന്നെ അവിടുന്ന് പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെയ്യപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകും. ഇതിന് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും
സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ചു ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണം. ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം സ്ഥാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയെന്നതറിയാകുന്ന ഒന്നിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകുന്നു. ക്രിസ്തു മൂലമായി ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവ് അങ്ങേക്ക് സർവബഹുമാനവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കുക. നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് അനുരഞ്ജനത്തിന് തടസ്സമായിരിക്കുന്ന അനുഭവങ്ങളെ, സാഹചര്യങ്ങളെ കർത്താവേ നിന്റെ ക്രൂശിലെ രക്തത്താൽ കഴുകി മാറ്റിക്കളയണമേ. അനുരഞ്ജനം കൂടാതെ ദൈവകൃപ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായി നമ്മെ ഇനി പ്രാർത്ഥനയിൽ പങ്കിച്ചു. കരുണയുള്ള നാം കുറിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലെയോ
ജീവഗ്രഹമാവുന്ന കർത്താവായ യേശുവിന്റെ പാപങ്ങളുടെ കടങ്ങൾക്കായി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയോട് ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സമാധാനം ഇവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാക്രമത്തിൽ വിശ്വാസത്തെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുവച്ചു. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അങ്ങയുടെ വാത്സല്യത്തിൽ ഞങ്ങൾ അങ്ങയുടെ മക്കളായി അവിടുത്തെ
അന്ന് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനം നിത്യജീവനെക്കുറിച്ച് നൽകിയിരിക്കുന്നു. അങ്ങയുടെ വിധികാരണങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളെ തന്നെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവനും വിശുദ്ധിയോടെ തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അനുസരിച്ച് അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ കൂടെ അനേകം ജീവിച്ചു വാഴുമല്ലോ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കും. സകല ബുദ്ധിയെ കഴിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടാകുകയും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുകയാണ്. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന മിസ്റ്റർ ഷിൻഡോ ആൻഡ് ദിവ്യ, അവര് സിനി സിസ്റ്ററുടെ വീടിനടുത്തുള്ളവരാണ്, കണ്ണൂരാണ്. ആരാധനയെ സംബന്ധിക്കുന്ന അവരോടുള്ള സ്നേഹാന്തരമാണ് അറിയിക്കട്ടെ. കൂടാതെ ഗംഗയുടെ മകൻ വിദേശത്തായിരുന്നു, അതുപോലെ പ്രിയ സഹോദരൻ നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നു. അവരോടുള്ള സ്നേഹാന്തരം അറിയിക്കും. അടുത്ത മാസം രണ്ടാമത്തെ ഞായറാഴ്ച ദശാംശ ഞായറാഴ്ചയായിരിക്കുന്നതാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ തിരുസഭയിൽ വയ്ക്കുവാനും സഭയുടെ വിധങ്ങളായ ശുശ്രൂഷകളെ സഹായിക്കുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമില് ആരാധന ഉണ്ടായിരുന്നില്ല. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ യാത്രയിലായിരുന്നു. സഭയുടെ ഫുൾ യാത്രയായിരുന്ന സമയത്ത് കമ്മിറ്റിക്കാരെന്നെ പറഞ്ഞു, ഞായറാഴ്ച ദേവിയിലെ അച്ഛൻ പള്ളിയിൽ വരണ്ട, ഉന്നതച്ഛനെ ഏൽപ്പിക്കണം, ദീർഘയാത്രയായിരുന്നു, എല്ലാവരും പോകാൻ ഇടയായി തീർന്നു. പ്രത്യേക പ്രാർത്ഥനയിൽ സഭ ഉണ്ടാകുന്ന കാരണം സ്ഥലം വാങ്ങി ഒരു ദേവാലയം പണിയുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ മെമ്പേഴ്സ് എല്ലാം മറ്റു സഭകളിലേക്ക് പോകുന്നുണ്ട്. സഭയെ ഓർക്കണം. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ അജീഷിന്റെ ഭവനം ഉദാശയായിരുന്നു. പ്രത്യേകിച്ച് അജീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഈ ആരാധനയിൽ മിക്ക ആരാധനകളിലും എന്താ പറയുക, ഒരു പണിക്കാരനെ പോലെയാണ് അജീഷ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സഭയെ സ്നേഹിക്കുന്നവരെ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കൂടാതെ തുടർന്നുള്ള ഈ നമ്മുടെ ദേവാലയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്.
കാര്യം നമുക്ക് ആയിട്ടില്ല. നമ്മുടേതായ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ദേവാലയം നടത്തുന്നത്. ഒരു വ്യക്തി വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിരുന്നാൽ മാത്രമാണ് നമുക്കതിന് കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും കഴിയില്ല എന്ന് ആരും വിശ്വസിക്കേണ്ട. ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം എന്റെ പള്ളിയല്ല, തിരിച്ച് ഞാൻ പോകും, എനിക്ക് ആവശ്യമില്ല, വേറെ എനിക്ക് ഇവിടെ ഒരിക്കലും വരാൻ സാധിക്കും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അധിക നാളുകളൊന്നും വേണം, ദൈവം നടത്തും. കാരണം ദൈവം വിളിച്ച ദൈവം വിശ്വസിക്കുക. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിദേശത്ത് ദൈവം അനുഗ്രഹിക്കും. കൂടാതെ ദൈവം നൽകുന്ന വിഗ്രഹങ്ങളെ നമ്മൾ പങ്കുവയ്ക്കും. കാരണം ഇവിടെ വഴിപാടുകളാണെങ്കിലും നമ്മുടെ വരുമാനം, മാസവരി, ദശാംശം ഇതൊക്കെ വളരെ കുറവാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് നമ്മൾ സഭയെ കരുതണം. പലപ്പോഴും പറയാറുണ്ട് വരുമാനത്തിൽ ഏറ്റവും കുറവ് നമ്മുടെ സഭയാണ്. മറ്റ് സഭകൾ വെച്ച് പലരും പറയാറുണ്ട് പാവങ്ങളാണ് എന്ന് പറയാം. പക്ഷെ നല്ല വരുമാനമുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. ചില 2 ലക്ഷം രൂപയിലും മാസ വരുമാനമുള്ള നമ്മൾ നമ്മളോട് ചോദിക്കുക സഭയെ കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് നമുക്ക് ഈ ദേവാലയത്തിന് വേണ്ടി, ഈ ദേവാലയത്തിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ മറക്കരുത്. ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിൽ മറക്കരുത്. ദേവാലയത്തെ കരുതുക. വൈദികർ വന്നു പോകും, അവർ വരും പോകും, പക്ഷെ ദേവാലയം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഒന്നിച്ചു നിന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ദേവാലയം ഉയർത്തപ്പെടുകയുള്ളൂ. സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രതികൂലമായിരിക്കും, പക്ഷെ നമുക്കെല്ലാം അനുകൂലമാക്കുന്ന, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നാളുകളിലൊക്കെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ കമ്മിറ്റികളും ഞാൻ വന്നതിന് ശേഷം വളരെ സഹകരണത്തോടെ താല്പര്യത്തോടെ അധ്വാനിച്ചു. പുതിയ സർക്കുലർ പ്രകാരം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കേണ്ടതിനുള്ള സർക്കുലർ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വ്യക്തികളല്ല നമുക്ക് ഏറ്റവും വലുത്, നമുക്ക് സഭയാണ്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പോൾ നമ്മുടെ സഭ CAC സഭയാണ്. ഒരു ദേവാലയം ആയാലാണ് നമ്മൾ തീർച്ചയായിട്ടും പാസ്റ്റേറ്റ് ആകണമെങ്കിൽ ഒത്തിരി കടമ്പകൾ ഉണ്ട്. സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മെമ്പേഴ്സ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. പ്രായമുള്ള ആളുകൾ വെളിയിൽ വരാനായിട്ട് പ്രയാസമുള്ളവരുണ്ട്. ആരെങ്കിലും വിശുദ്ധ കുർബാന ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് കഴിയും. ഇന്ന് ജോലിയെങ്കിൽ പങ്കെടുക്കുന്നത് മാറിയിരിക്കുകയാണ്. ആദ്യം ചെന്ന് പേടിക്കാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. നല്ല കാഴ്ച നേരുകയാണ്. നാളെ നമ്മുടെ സഭയിലെ അനിതയുടെ വിവാഹമാണ്. ബുധനാഴ്ച പ്രത്യേകിച്ച് ഈ സഭയെ കുറിച്ച് പറയുന്ന സാക്ഷ്യം വലുതാണ്. കാരണം ഈ ബാബൂര് വന്നിട്ട് എവിടെയും പള്ളിയിൽ പോയിട്ടുണ്ട്. അവരെപ്പോഴും എന്നോട് പറയുന്നത് ഇവിടെ വന്ന് ഈ ബെഞ്ചിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാന അനുഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു പള്ളിയിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് അതേസമയം ചില ആളുകൾ വലിയ സ്റ്റാൻഡേർഡ് നോക്കി ചുറ്റുവട്ടത്തുള്ളത് വേറെ പള്ളികളിൽ പോകുന്നവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. സഭയ്ക്ക് വേണ്ടി കരുതുവാനും ഒന്നിച്ച് പോകുവാനും ദൈവം കൃപ ചെയ്യട്ടെ. ഈ ദിവസങ്ങളിലെ ജന്മദിനം വിവാഹ വർഷമൊക്കെ ആഘോഷിക്കുന്നവരോടുള്ള പ്രാർത്ഥനകളും ആശംസകളും ഈ സഭയുടെ നേരുകയാണ്. ദേവിളാന്റി കുറച്ച് ക്ഷീണാവസ്ഥയുണ്ട്, അതുപോലെ ആയുള്ളവരൊക്കെ ക്ഷീണമുള്ളവരുണ്ട്. പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയമുള്ളവരെയൊക്കെ ഓർക്കണമെന്ന് സ്നേഹത്തോടെ സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. സമാപന കീർത്തനം 13-ാമത്തെ കീർത്തനം 13.
അളില്ലാതെ സ്നേഹിക്കുന്ന ഈ സഭയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആരാധനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങള് പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിന്റെ സന്നിധിയിൽ അടുത്തു. ഇവിടെ വെച്ച് നീ ഞങ്ങൾക്ക് അനുഗ്രഹം. ഞങ്ങളെ ഈ ദേശത്ത് നീ മാനിച്ചു, ഞങ്ങളെ നീ അനുഗ്രഹിച്ചു. കർത്താവേ, ഈ സഭയുടെ അംഗങ്ങളായി, ഈ സഭയിലെ എല്ലാ ശുശ്രൂഷകളിലും പങ്കാളികളായി ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കണം. എല്ലാ കുടുംബങ്ങളെയും കർത്താവേ ശാശ്വതമായ സമാധാനം ഈ ദേശത്ത് അവർ ഉയർത്തുകയും ചെയ്യണം. ഭവനത്തിന്റെ പണി നടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കൊച്ചു സ്ഥലം വാങ്ങി ഭവനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കടബാധിതകളുള്ളവരുണ്ട്. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആവശ്യഭാരങ്ങൾ കർത്താവേ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ അവരെല്ലാം കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് തോന്നുന്നു. നീ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദേശത്ത് വന്ന ആരും നിരാശരായി മടങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ അനുവദിക്കരുതേ പ്രാർത്ഥിക്കുക. ജോസഫ് നേരിട്ട പ്രയാസങ്ങള് വേദനയുടെ അനുഭവങ്ങളിലൊക്കെ കർത്താവേ ജോസഫിനോട് കൂടെ. ഗോഡ് വാസ് ഇൻ ജോസഫ്. ദൈവം ജോസഫിനോട് കൂടെ. ദൈവം ഈ ദേശത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ യുവാക്കളെയും കർത്താവെ വാർദ്ധക്യ ക്ഷീണമുള്ളവരും മധ്യവയസ്കര് കർത്താവ് വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ഈശ്വരന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഈ സന്നിധിയിൽ വന്ന് അവർ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം കർത്താവിനെ നീ ദൃഷ്ടി വെക്കുകയും കർത്താവെ ആലോചന പറഞ്ഞ് അവരനുഗ്രഹിച്ചു പഠിക്കുന്നു. പഴയ കാലങ്ങളിലൊക്കെ ഇവിടെ ശുശ്രൂഷിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്തവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ദേശത്ത് ക്ഷേമത്തോടെ ഞങ്ങൾ പരിപാലിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ദുഷ്ടൻ ഞങ്ങളെ നിരാശപ്പെടുത്തുവാൻ പ്രത്യാശയം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു പോലെ താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, കർത്താവ് നിങ്ങളോട് കൂടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ഇന്നലെ നമ്മുടെ ജോണിന്റെ പക്ഷേ ഇന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ജോൺ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഞാൻ ജോണിനെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നാ ജോൺ. പക്ഷെ ഒരു വിമണൊക്കെ വേറിട്ട് കയറ്റി മനസ്സിലാക്കി തന്നു. സഭയ്ക്ക് വേണ്ടി ഒത്തിരി ഇഷ്ടപ്പെടുന്ന വിത്താണ് ജോൺ. നമ്മുടെ പ്രാർത്ഥനയിൽ ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ദൈവം ജോണിനെ മാനിച്ചു. എങ്കിലും